ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടന മാറ്റണം. സത്യം പറഞ്ഞാൽ, നല്ല മലയാളം പറഞ്ഞാൽ അത് അശ്ലീലമാണ്. ശരിയായ രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെ അടവ് പൊളിഞ്ഞിരിക്കുന്നു. കുറേ കൊല്ലമായിട്ട് പുതിയോത്ത് പ്രസംഗിക്കുന്നത്, നമ്മളെല്ലാം പത്രത്തിലൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം ചില തമാശയും രണ്ട് വർത്താനം ഇംഗ്ലീഷും ഇതെല്ലാം കൂടി ചേർന്നാൽ പ്രസംഗമായി എന്നാണ് ധാരണ. അത് നാളെയാവുമോ, അടുത്ത വർഷമാവുമോ, 10 കൊല്ലം കഴിഞ്ഞിട്ടാവുമോ, അല്ല 50 കൊല്ലത്തിനപ്പുറമാണോ എന്നൊന്നും ഇപ്പോൾ പ്രവചിക്കേണ്ട, സാധിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ്? വയനാട് ദുരന്തം, BJP നേതാവ് പറഞ്ഞു വയനാട് അങ്ങനെയൊന്നും ഒഴുകി പോയിട്ടില്ല, 3 വാർഡേ പോയിട്ടുള്ളൂ. ഇന്ത്യ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് വീണ്ടും മുൻകൈ കിട്ടിയിരിക്കുന്നു. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ 370 മുതൽ 430 വരെ സീറ്റ് വാങ്ങി ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4 അതിരുകളിൽ നിന്നുകൊണ്ട് ഈ പാർലമെന്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഫെഡറൽ സംവിധാനത്തെയും അതുവഴി ഭരണഘടനയെ തന്നെയും പൂർണ്ണമായി മൗലികമായി മാറ്റാനാവശ്യമായ ഭൂരിപക്ഷമാണ് 370 മുതൽ 430 വരെ ഭൂരിപക്ഷം വേണം പാർലമെന്റിൽ എന്നവർ തീരുമാനിച്ചത്, BJP നരേന്ദ്രമോദി പ്രസംഗിച്ചത്. ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടന മാറ്റണം. ഇന്ത്യൻ ഭരണഘടന മാറ്റത്തിന് വിധേയമാവേണ്ടതില്ല എന്ന് പറയുന്ന പാർട്ടിയല്ല CPIM. ഭരണഘടന മാറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എങ്ങനെ? ഇന്നത്തെ ഭരണഘടന ഇന്നത്തെ സാമൂഹിക ജീവിതത്തെ കുറേയും കൂടി മെച്ചപ്പെടുത്താൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിലേക്ക്, സോഷ്യലിസത്തിലേക്ക്, മതനിരപേക്ഷ ഉള്ളടക്കത്തിലേക്ക്, ജനങ്ങളെ പരസ്പരം അംഗീകരിക്കുന്ന സാമൂഹ്യ ജീവിതക്രമത്തിലേക്ക് മാറ്റാൻ ഉതകുന്ന രീതിയിൽ പുരോഗമനപരമായ വളർച്ച വേണം ഭരണഘടനക്ക്. ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ നിലവിലുള്ള ഭരണഘടനയെ ചാതുർവർണ്ണ വ്യവസ്ഥക്ക് അടിസ്ഥാനമായി മനൂസിദ്ധാന്തത്തിൻ്റെ ഭാഗമായി മാറ്റണമെന്നാണ് RSSും BJPയും പറയുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥ സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷങ്ങൾ, റിപ്പബ്ലിക്കിൻ്റെ തന്നെ 75 വർഷമാകുമ്പോൾ, ഭരണഘടന തന്നെ 75 വർഷമാകുമ്പോൾ ഈ ഇന്ത്യയിൽ ചാതുർവർണ്ണ വ്യവസ്ഥക്ക് വിധേയമായ ഒരു ഭരണഘടന വേണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ, നല്ല മലയാളം പറഞ്ഞാൽ അത് അശ്ലീലമാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ കേൾക്കുമ്പോൾ തർക്കമില്ല. ചാതുർവർണ്ണ എന്തോ ഒരു കാര്യമുള്ളതെന്നാ. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഇതാണ് വർണ്ണമുള്ള 4 വിഭാഗം. വർണ്ണം നിറമുള്ളവരാണ് 4 എണ്ണം. ബാക്കിയുള്ള തൊട്ടുകൂടായും അനുഭവിച്ച പഴയകാല അനുഭവമുള്ളവർ അവരൊന്നും പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, OEC, OBC ഉൾപ്പെടെയുള്ള ഈ വിഭാഗമൊന്നും വർണ്ണമുള്ളവരല്ല. അവർക്ക് പ്രത്യേകം ഒരു പേരുണ്ട്. വർണ്ണമുള്ളവർക്ക് സവർണർ, വർണ്ണമില്ലാത്തവർക്ക് അവർണർ. ഈ അവർണരാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദു വിഭാഗത്തിൽ 85%. ഈ അവർണരെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നതാണ് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ഇന്ത്യൻ ഹിന്ദു സമൂഹത്തിൻ്റെ 85% മനുഷ്യ സമൂഹത്തെ അവർണനായി കണ്ട് മനുഷ്യകുലത്തിൽ ഉൾപ്പെടുത്താത്ത സവർണ മേധാവിത്വത്തിൻ്റെ ഭരണഘടന വേണം എന്ന് പറയുന്നത് അശ്ലീലമാണ്. 75ാം വർഷത്തിൽ ഭരണഘടനയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അശ്ലീലമാണ്. പക്ഷേ അത് ഏറ്റുവിളിക്കാനും അതിനുവേണ്ടി വിശദീകരണം നൽകാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും MP-മാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ തയ്യാറാവുന്ന തികഞ്ഞ ജീർണതയുടെ കാലം, ഞാനതിനെ അത്രയേ പറയുന്നുള്ളൂ, തികഞ്ഞ ജീർണതയുടെ കാലം. ആ കാലമാണ് ആ മുദ്രാവാക്യം ഉയർത്തുന്നത്. അതിനുവേണ്ടി 370, 430 സീറ്റ് വേണം ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്ത് ചാതുർവർണ്ണ വ്യവസ്ഥയിലും മനൂസിദ്ധാന്തത്തിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കാൻ എന്ന് തീരുമാനിച്ച BJPയുടെ ശരിയായ രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെ അടവ് പൊളിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 25 ആവുമ്പോഴേക്ക് 25 എന്ന് പറയുന്നത് RSSന്റെ 100ാം വാർഷികമാണ്, ജന്മവാർഷികം.
അപ്പോഴേക്ക് ഒരു മതരാഷ്ട്രമാക്കാം എന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് വന്നവർക്ക് മതരാഷ്ട്രമാവില്ല എന്ന് മാത്രമല്ല, ഭരണഘടനയെ മാറ്റാനാവില്ല എന്ന് മാത്രമല്ല, ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു ജനവിഭാഗം ഈ രാജ്യത്തിന്റെ ഉൾക്കരുത്തായി ഇന്ത്യക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതാ കാര്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ രാജ്യം മാറില്ല. എല്ലാ രീതിയിലും കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മനസ്സുള്ള ഒരു ജനത ഈ ഇന്ത്യയിലുണ്ട് എന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തിയതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും. അപ്പോഴും നമുക്ക് വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി, ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി അതിശക്തിയായ പോരാട്ടവും സമരവും നടത്താനുള്ള ബാധ്യതയും ചുമതലയും നമുക്കുണ്ട്. ആ ചുമതല നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. ഒന്ന്. മറ്റൊന്ന് ഭരണവർഗമാകെ. ഭരണവർഗം എന്ന് പറയുന്നത് BJP മാത്രമാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. BJP റൂളിംഗ് പാർട്ടിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്. ഭരണവർഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള ഭരണവർഗ നിലപാടുകൾ സ്വീകരിക്കുന്നവരെല്ലാം ഭരണവർഗ പാർട്ടികളാണ്. അങ്ങനെയാണ് ഭരണവർഗ പാർട്ടിയെ വിശകലനം ചെയ്യേണ്ടത്. അത് ഭരണമുള്ളതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട്. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നു, നാളെ ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ആ കരുതുന്ന ബൂർഷ്വാ പാർട്ടികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഭരണവർഗ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അത് വിശകലനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ, അവരെ കൂടുതൽ ശക്തിയുള്ള കുത്തക മുതലാളിമാരാക്കി മാറ്റുക. മാർക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇതാ മുതലാളിത്ത പ്രതിസന്ധി. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക. ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്ത് 1% കയ്യിലാണ്. ഏതായാലും 70%-ലധികം സമ്പത്ത്, 70% സമ്പത്ത് 1% കയ്യിൽ. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഇതാണ് സമ്പത്തിന്റെ കേന്ദ്രീകരണം. 10-30 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത ദുരിതപൂർണമായ ജീവിതത്തിലാണ്, പട്ടിണി കിടക്കുന്നവരാണ്. ഈ ദുസ്ഥിതി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴീ രീതി എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ തലയെഴുത്തുകൊണ്ടല്ല. ഇത് മാറ്റാനാവുമെന്നുള്ളതിന്റെ സാമ്പിളാണ് കേരളം. ഞാനതിലേക്ക് പിന്നീട് വരാം. അത് മാറ്റാനാവാതിരിക്കുന്നത് സമ്പത്തിന്റെ കേന്ദ്രീകരണം കൊണ്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് കേരളത്തിൽ മാറ്റമുണ്ടായത്. വെറുതെ ഉണ്ടായതല്ല. ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിന്റെയും കാവൽക്കാരാണ് ഭരണവർഗ പാർട്ടികൾ. ഞാൻ വളരെ ലളിതമായിട്ട് പറയുകയാണ്. ഇതൊന്നും പൊതുയോഗത്തിൽ സാധാരണ ആരും പ്രസംഗിക്കില്ല. നമ്മുടെ പാർട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം പ്രസംഗിക്കണം എന്നാണ്. കുറേ കൊല്ലമായിട്ട് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത്, നമ്മളെല്ലാം പത്രത്തിലൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം ചില തമാശയും രണ്ട് വർത്താനം ഇംഗ്ലീഷും, ഇതെല്ലാം കൂടി ചേർന്നാൽ പ്രസംഗമായി എന്നാണ് ധാരണ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമായി കണ്ടു, നമ്മൾ സോഷ്യലിസ്റ്റെ പറ്റി പറയാതെ അത്ര കൊല്ലായി. നമ്മൾ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതല്ല, സോഷ്യലിസമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് സോഷ്യലിസം തന്നെ എടുത്തു മാറ്റണമെന്ന് അതിശക്തിയായിട്ട് വാദിച്ചു. സുപ്രീം കോടതി പറഞ്ഞു മാറ്റണ്ട. ആ സോഷ്യലിസത്തിന് വേണ്ടിയുള്ള പ്രചാരവേല ശക്തിയായിട്ട് നടത്താൻ നമുക്കാവണം. നിലവിലുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കുത്തക മുതലാളിത്വത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിന്റെയും കരുത്തിനെതിരായി ജനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തിയായ പോരാട്ടങ്ങളും സമരങ്ങളും വർഗസമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുക തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം മാറും. മാറാതിരിക്കാൻ ഇന്ത്യക്ക് മാത്രമാവില്ല, നമ്മുടെ നാടിന് മാത്രമാവില്ല. എല്ലാം മാറ്റത്തിന് വിധേയമാണ്, മാറുക തന്നെ ചെയ്യും. ആ മാറ്റം സോഷ്യലിസ്റ്റിലേക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. അത് നാളെയാവുമോ, അടുത്ത വർഷമാവുമോ, 10 കൊല്ലം കഴിഞ്ഞിട്ടാവുമോ, അല്ല 50 കൊല്ലത്തിനപ്പുറമാണോ എന്നൊന്നും ഇപ്പോൾ പ്രവചിക്കേണ്ട, സാധിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ്? ഈ സയൻസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റുമോ? എങ്ങനെയാണോ മുതലാളിത്തം രൂപപ്പെടുകയും വളർന്നു വരികയും ചെയ്തത്, എങ്ങനെയാണോ മുതലാളിത്തം തകർച്ചയെ അഭിമുഖീകരിക്കുന്നത്, അതുപോലെ മുതലാളിത്ത സമൂഹം തകരേണ്ടതും പുതിയ സോഷ്യലിസ്റ്റ് സമൂഹവും ഉണ്ടാവേണ്ടതും ഒരു നിയമമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച
ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, അർത്ഥശാസ്ത്രത്തിന്റെ, ദർശനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് മറ്റെല്ലാ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതാണ് സാമൂഹ്യ പരിവർത്തനത്തിന്റെ നിയമം. ഈ സാമൂഹ്യ പരിവർത്തനത്തിന്റെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. അത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തെരഞ്ഞെടുപ്പിൽ തോക്കുകയോ ഒക്കെ ചെയ്യും. തോറ്റാലും ജയിച്ചാലും കിട്ടുന്ന വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല, അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ബാധ്യതയുള്ള പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക നിലപാടുകളുണ്ട്, ആഗോളവൽക്കരണ സമീപനമുണ്ട്. അത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കെതിരാണ്, തൊഴിലാളി വർഗത്തിനെതിരാണ്, അധ്വാനിക്കുന്ന മനുഷ്യർക്കെതിരാണ്. അതിനെതിരായ പോരാട്ടം ശക്തിയായിട്ട് രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരണം. ഇന്നലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും കർഷക തൊഴിലാളി പ്രസ്ഥാനവും ദേശവ്യാപകമായി അതിശക്തിയായി അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലും സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരണം. മതനിരപേക്ഷ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കാനാണ് ഇവിടെ ശ്രമം. BJP പച്ചയായിട്ട് അത് തന്നെയാണ് പറയുന്നത്, മതരാഷ്ട്രമാക്കുക. ഇപ്പോൾ ഭൂരിപക്ഷം അവർക്കില്ല, 2% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 38 സീറ്റ് കൂടി ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയിരുന്നുവെങ്കിൽ BJPയുടെ ഭരണം തകരുമായിരുന്നു. കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ആ 38 സീറ്റ് നമുക്ക് നഷ്ടമായത്. ഞാനതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്ക് കടക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വളരെയേറെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലായി. കോൺഗ്രസിനെ മുൻനിർത്തിയിട്ട് BJPയെ തോൽപ്പിക്കാനാവില്ല. എവിടെയാണ് കഴിഞ്ഞ 100 സീറ്റിലധികം കോൺഗ്രസിന് കിട്ടുമ്പോഴും കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിലുള്ള ജയം കൊണ്ടല്ല ഇന്ത്യ ബ്ലോക്കിന് ഈ സീറ്റ് കിട്ടിയത്. അത് തമിഴ്നാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അത് UP അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സമാജ്വാദി പാർട്ടി, DMK എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാർട്ടികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ പ്രാദേശിക പാർട്ടികൾക്കും കോൺഗ്രസിനും സീറ്റ് കിട്ടിയത്. കോൺഗ്രസ് എവിടെയൊക്കെ ശക്തിയാണോ അവിടെ BJPയെ നേരിടുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല, ഗുജറാത്ത് ഉൾപ്പെടെ. ഇതൊരു വളരെ ഗൗരവമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഗൗരവമുള്ള, അതാണ് ഹരിയാന, അത് തന്നെയാണ് മഹാരാഷ്ട്ര. നിങ്ങളുടെ സ്വാധീനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് അഹങ്കരിച്ച് മറ്റാരെയും ഉൾപ്പെടുത്താതെ, യഥാർത്ഥത്തിൽ ഹരിയാന നിങ്ങൾ നോക്ക്, 39% വോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയേ കോൺഗ്രസിന്. അവിടെ BJPക്ക് കിട്ടിയത് 39% വോട്ട് തന്നെയാണ്. 39% വോട്ട്, 1.9%, ഏതാണ്ട് 2% വോട്ട് AAPക്ക് ഉണ്ട്. AAPയെ കൂട്ടിയില്ല. AAPയെ കൂടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടി ചേർത്ത് 1-2 സീറ്റ് അവർക്കെല്ലാം കൊടുത്ത് ഫലപ്രദമായ ഒരു സീറ്റ് വിഭജനം നടത്തിയിരുന്നുവെങ്കിൽ ഈ അവമാനകരമായ അവസ്ഥ ഹരിയാനയിൽ ഉണ്ടാവുമായിരുന്നില്ല. BJP തോറ്റ് തുന്നം പാടുമായിരുന്നു. മഹാരാഷ്ട്രയിലും പല മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ തോറ്റത് 1000-1500 വോട്ടിനാണ്. ചെറിയ ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ ആരെയും കൂട്ടാൻ തയ്യാറാവാത്ത നിലയാണ് അവിടെ സ്വീകരിച്ചത്. പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഉണ്ടായത്. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് BJPയെ ഫലപ്രദമായിട്ട് നേരിടാനാവുന്നില്ല എന്ന രാഷ്ട്രീയ പിന്നോക്കാവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യം ഒരു മതരാഷ്ട്രമാവണം എന്നാണ് BJP ഇപ്പോഴും പറയുന്നത്. അതിൻ്റെ 2 നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 നിയമം, ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ഒന്നുണ്ടാക്കാൻ പോവുകയാണ്. ഇനി അതിൻ്റെ ഒപ്പം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു നിയമം പൗരത്വ ഭേദഗതി നിയമമാണ്. പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവരുടെ രാജ്യമുണ്ടാക്കുക. ഇപ്പോൾ മതരാഷ്ട്രത്തിലേക്കുള്ള നീക്കം ശക്തിയായി എതിർത്തപ്പോഴാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലനായ രാഷ്ട്രപിതാവെന്ന് നമ്മൾ പേര് നൽകിയ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ നല്ലതുപോലെ സംരക്ഷിച്ചു. സ്വാതന്ത്ര്യം കിട്ടി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്നു. മഹാത്മാഗാന്ധിയെ കൊന്നത് ബ്രിട്ടീഷുകാരല്ല,
ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ടുമല്ല. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വലിയ ഒരു RSS സമ്മേളനത്തിൽ, പ്രചാരകരുടെ സമ്മേളനം, 2000-ലധികം ആളുകൾ പങ്കെടുത്ത സമ്മേളനം, ഗോൾവാൾക്കറാണ് ഉദ്ഘാടനം. ഗോൾവാൾക്കർ നിങ്ങൾക്കറിയാം, RSSന്റെ പ്രത്യശാസ്ത്രക്കാരനാണ്. അദ്ദേഹമാണ് പ്രസംഗം, ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ. സർവവും അയാൾ തന്നെയാണ്. അദ്ദേഹം പ്രസംഗിച്ചു. ഈ ഗാന്ധി പരമപുച്ഛത്തോടെ, ഗാന്ധി മഹാത്മാവുമില്ല, നേരത്തെ പറഞ്ഞ രാഷ്ട്രപിതാവുമില്ല, ഒരു സ്ത്രീ പോലുമില്ല. ഈ ഗാന്ധി പരമപുച്ഛം. മുസ്ലിങ്ങൾക്ക് മുസ്ലിം ദേശീയതയുടെ ഭാഗമായി ഒരു രാഷ്ട്രം കിട്ടി, മുസ്ലിം ദേശീയത. ഹിന്ദുക്കൾക്ക് ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യ ഹിന്ദു രാജ്യമായില്ല. പക ഗാന്ധിയോടാണ്. എന്നിട്ട് ഇപ്പോഴീ ഗാന്ധി ഇന്ത്യൻ ഖജനാവിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച പണം പാകിസ്ഥാൻ ഖജനാവിലേക്ക് നൽകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് സത്യാഗ്രഹം കിടക്കുകയാണ് ഗാന്ധി. ആ കരാർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. എന്നിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഈ ഗാന്ധി ഇതേ നിലപാട് തുടർന്നാൽ ഈ ഗാന്ധിയെ പൂർണ്ണമായും നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് പ്രസംഗം. ഗോൾവാൾക്കറുടെ പ്രസംഗത്തിൻ്റെ വർബാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഗാന്ധിയെ പൂർണ്ണമായും നിശബ്ദനാക്കേണ്ടി വരും എന്നാണ്. എന്താ അതിൻ്റെ മലയാളം? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല, ഗോൾവാൾക്കർ പറഞ്ഞതാണ്. നിശബ്ദനാക്കേണ്ടി വരും, കൊല്ലേണ്ടി വരും എന്ന്. ആ പ്രസംഗം നടത്തിയിട്ട് 52-ാമത്തെ ദിവസം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നു. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചേർന്ന ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണി ചേർക്കാനായാൽ, പരസ്പരം യോജിച്ച് മുന്നോട്ടേക്ക് പോകാനായാൽ, അങ്ങനെയുള്ള ആശയങ്ങളൊന്നും കേവലമായ ആശയമല്ല. അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറുമെന്നുള്ള നിയമം. ആ നിയമമാണ് ഗോഡ്സെയെ കൊണ്ട് ഗോൾവാൾക്കറുടെ ആശയത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിക്ക് നേരെ തോക്ക് നീട്ടി കൊന്നത്. ഒരു ഹിന്ദു രാജ്യമാവാൻ അനുവദിച്ചില്ല എന്നതുകൊണ്ടാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഹിന്ദു രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് ഭരണാധികാരി വർഗമായി റൂളിംഗ് പാർട്ടിയായിട്ട് വന്ന BJP തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ കോഡ്, ഏക സിവിൽ കോഡ്, അത് ഇതിൻ്റെ ഭാഗമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതും ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ തകർത്ത് മെല്ലെ മെല്ലെ സ്വേച്ഛാധിപത്യത്തിലേക്ക്, ഫാസത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണവർഗ നിലപാടിനെ പ്രതിരോധിക്കാൻ എല്ലാ ജനവിഭാഗങ്ങളുമായി ചേർന്ന് ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മർമ്മം. ഇനി നമുക്ക് ഇപ്പോഴത്തെ തന്നെ സംഘർഷാത്മകമായ സാഹചര്യം. ബാബറി മസ്ജിദ് തകർത്തു, അവിടെ രാമക്ഷേത്രമുണ്ടാക്കി. UP-യിൽ പുതിയ പള്ളികൾ കണ്ടെത്തുകയും ആ പള്ളികളെല്ലാം സർവേ ചെയ്ത് ഇവിടെ പണ്ട് അമ്പലം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് കോടതി വിധി വാങ്ങി. എവിടെ പോയാലും കോടതി വിധി വാങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ UP-യിൽ പ്രത്യേകിച്ച്. ഇനി വാരാണസിയും അങ്ങനെ തന്നെ പോകണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഉള്ളടക്കത്തിൻ്റെ അസ്ഥിവാരം തകർക്കുന്ന രീതിയിൽ സംഘർഷാത്മകമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ ബോധപൂർവമായ അജണ്ട BJP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിനെല്ലാം എതിരായി ജനങ്ങളുടെ ജീവിത നിലവാരം, അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയെല്ലാമുള്ള ജീവത്തായ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇന്നലെ നടന്നതുപോലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യവ്യാപകമായി വളർന്നു വരേണ്ടതായിട്ടുണ്ട്, അതിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേരളത്തെ നമ്മൾ കാണേണ്ടത്.
കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു ബദൽ സംവിധാനമാണ് ഇന്ത്യയിൽ. അത് ബദൽ വെറുതെ വന്നതല്ല. സഖാവ് KS-നെ പോലെയുള്ള നിരവധി സഖാക്കളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് രൂപപ്പെടുത്തിയതാണ്. 1950 KS നമ്മെ വിട്ടുപിരിഞ്ഞു, രക്തസാക്ഷിയായി. 7 വർഷം 1957 സഖാവ് EMS-ന്റെ ഗവൺമെന്റ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ അധികാരത്തിൽ വന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ സ്വതന്ത്രന്മാരും കൂടി ചേർന്ന് 6 സ്വതന്ത്രന്മാര്. ആ ഗവൺമെന്റാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മനസ്സിലുണ്ടാവണം, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്ന, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്ക് ബദലായി ഉൽപാദന വിതരണ ഘടനയിൽ മൗലികമായ മാറ്റം സംഭവിക്കുന്ന തുടക്കം കുറിച്ചു. 1957 ഏപ്രിൽ മാസം 5-ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 6-ാമത്തെ ദിവസം, അതായത് 5 കഴിഞ്ഞ് 6, 7, 8, 9, 10 5 ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം ഈ കേരളത്തിൽ കുടി ഒഴിപ്പിക്കരുത് എന്ന ഒരു പുതിയ ഓർഡിനൻസ്. അത് മൗലികമായ മാറ്റാണ്. വെച്ചുകാണലും കങ്കാണിയും നൂരിയും മുക്കാരും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുടിയാൻ, കർഷക തൊഴിലാളി, കൃഷിക്കാരൻ. ആ കൃഷിക്കാരനോട് സഖാവ് EMS-ന്റെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളാരും ഇനി നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒഴിയണ്ട. നിൽക്കാൻ ഒരിടം, നിൽക്കാൻ ഇടം കിട്ടുമ്പോഴാണ് ഒരാൾ തൻ്റെടിയാവുക. ഇടം കിട്ടാതിരിക്കുമ്പോഴാണ് തൻ്റെ ഇടം ഇല്ലാതാവുക. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ മനുഷ്യന്, സാധാരണ മനുഷ്യൻ തൻ്റെടിയായിട്ട് വളർന്നിട്ടില്ല. അന്നേ വന്നു കേരളത്തിൽ 57-ൽ. നിൽക്കാനൊരിടം കിട്ടി. നിയമനിർമ്മാണമൊന്നും നടന്നിട്ടില്ല, ഭൂപരിഷ്കരണമൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഒഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് കരുത്തായി. കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകരായി, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ പോരാളികളായി, മുന്നണി പോരാളികളായിട്ട് നിന്നു. ഒഴിപ്പിക്കാൻ പറ്റില്ല. പോയി ആ ഗവൺമെന്റ്. അതിനെല്ലാം ഒരു വലിയ ചരിത്രമുണ്ട്. 67 വീണ്ടും സഖാവ് EMS-ന്റെ ഗവൺമെന്റ് വന്നു. 1967 നിങ്ങൾക്കറിയാം, സഖാവ് EMS-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1969 ഒക്ടോബർ 14-ാം തീയതി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസായി. കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, ആ നിയമം പാസാക്കിയതോടുകൂടി ആ ഗവൺമെന്റ് പോയി. പുതിയ ഗവൺമെന്റ് വന്നു. അവർ ഈ നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ 1969 ഡിസംബർ 14, കൃത്യം 2 മാസം കഴിഞ്ഞു. അന്ന് സഖാവ് സുന്ദരയ്യയും EMS-ഉം AKG-യും CH കണാരനും അഴീക്കോടൻ രാഘവനും VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതൃനിര മുഴുവൻ അന്ന് അവിടെ ചേർന്നു. സഖാവ് AKG അതിൻ്റെ പടനായകൻ. എന്നിട്ട് 5 ലക്ഷം വരുന്ന ആളുകളെ അണിനിരത്തിയിട്ട് ആലപ്പുഴ അറവുകാട് മൈതാനത്തിൽ, ഒരു ക്ഷേത്ര മൈതാനാണ്, മറ്റെവിടെയും ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളിൽ 5 ലക്ഷം കർഷക തൊഴിലാളി അവിടെ സാക്ഷി നിർത്തി. സഖാവ് AKG തന്നെയാണ്. ഇവരെല്ലാം ഉണ്ടെങ്കിലും AKG-യാണ് ആ പ്രസംഗം നടത്തിയത്. വളരെ ലളിതമായ കാര്യം. 1969 ഒക്ടോബർ മാസം 14-ാം തീയതി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കിയെങ്കിലും അതിവിടെ നടപ്പിലാക്കുന്നില്ല. നിങ്ങൾ നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും പുതിയ പ്രയോഗം. 1970 ജനുവരി മാസം 1, ഇത് പറയുന്നത് ഡിസംബർ മാസം 14, 69 ഡിസംബർ മാസം 14. 1970 ജനുവരി മാസം 1 ഈ കേരളം കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, ആ നിയമം പാസാക്കിയതായി, നടപ്പിലാക്കിയതായി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു എന്ന് കരഘോഷത്തിനിടയിൽ സഖാവ് AKG സമരപ്രഖ്യാപനം നടത്തി. ആ സമ്മേളനം പിരിഞ്ഞു. 1970 ജനുവരി മാസം 1-ാം തീയതി കേരളക്കര മുഴുവൻ, ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങി നാട്ടിൽ. അളക്കാനുള്ള വടിയുമായിട്ട് അളന്നു. 10 സെന്റ് കുടികടപ്പ്, അതുപോലെ തന്നെ ഭൂമി, കൈവശ ഭൂമി എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കൈവശപ്പെടുത്തി.
അപ്പോൾ ചില ആളുകൾ ജന്മിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെയില്ല, ഞാനും വലിയ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ കേസ് ഇപ്പോൾ തീർന്നില്ല. ആ കേസ് ഇപ്പോൾ തുടരുന്നുണ്ട് പല സ്ഥലത്തും. പക്ഷേ 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ പോരാട്ടത്തിലൂടെ 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകാൻ സാധിച്ച പാർട്ടിയാണ് ഈ ചെങ്കൊടി പ്രസ്ഥാനം എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. എന്താ നിങ്ങൾ ചെയ്തത് എന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞേ. 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകാൻ കഴിഞ്ഞ പാർട്ടി പ്രസ്ഥാനം, അതാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം. ഇതാണ് കേരളത്തെ മാറ്റിമറിച്ചത്. പിന്നെ സാക്ഷരതാ പ്രസ്ഥാനമുണ്ട്, ജനകീയാസൂത്രണ പ്രസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ കുടുംബശ്രീ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇപ്പോഴേറ്റവും അവസാനം 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപ പ്രകാരം പെൻഷൻ കിട്ടുന്ന സ്ഥിതിയുണ്ട്. പട്ടിണി മിക്കവാറും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. 0.5% മാത്രമേ ഇപ്പോൾ പട്ടിണിയുള്ളൂ. അതിൽ പകുതി ഇപ്പോൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു. 36,006 കുടുംബമാണ് അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. അത് കഴിഞ്ഞ നവംബർ ആകുമ്പോഴേക്ക് തന്നെ, ഈ നവംബറല്ല, അതിന് മുമ്പൊരു നവംബർ 50% ശരിയായ ദിശയിലേക്ക് എത്തി. ഇപ്പോഴും സഖാവ് പിണറായി പറഞ്ഞു 1925 നവംബർ ആകുമ്പോൾ ഈ രാജ്യത്ത്, ഇന്ത്യയിൽ പട്ടിണി അവസാനിപ്പിക്കുന്ന ആദ്യത്തെ നാടായിട്ട് ഈ കേരളം മാറും. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 35-40% പട്ടിണി. ഇവിടെ 0.5 അത് പരിഹരിക്കാൻ പോവാണ് അടുത്ത മാസമാകുമ്പോഴേക്ക്, അടുത്ത വർഷമാകുമ്പോഴേക്ക്, അടുത്ത നവംബർ ആകുമ്പോഴേക്ക്. ഇത് നവംബറാണല്ലോ, അടുത്ത നവംബറിൽ എല്ലാവർക്കും വീട് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സ്വപ്നമാണ്. അത് ഈ കേരളം പ്രാവർത്തികമാക്കാൻ പോവാണ്. ദരിദ്രരായ പാവപ്പെട്ട അടച്ചുറപ്പോട് കയറിക്കിടക്കാനിടമില്ലാത്ത 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തന്നെ വീട് കൊടുത്തിട്ടുണ്ട്. ഇനിയും വീട് കൊടുക്കണം. ആ വീട് കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ വീട് കൊടുത്താൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുതലാളിത്ത സമൂഹത്തിൽ, സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഞാൻ വിടുകയാണ്, മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് മുഴുവൻ തല ചായ്ക്കാൻ ഇടം നൽകിയ അടച്ചുറപ്പുള്ള വീടുള്ള ഈ രാജ്യത്തെ, ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കും ഈ കേരളം എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. അതാണ് കേരളം. ആ കേരളത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഈ കേരളത്തെ തകർക്കാനാണ് പ്രതിപക്ഷം. ഈ കേരളത്തിന്റെ വളർച്ച തടയാനാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ സാമ്പത്തിക നിലപാട്. മഹാപ്രളയം നമ്മൾ കണ്ടു, വയനാട് ദുരന്തം. BJP നേതാവ് പറഞ്ഞു വയനാട് അങ്ങനെയൊന്നും ഒഴുകി പോയിട്ടില്ല, 3 വാർഡേ പോയിട്ടുള്ളൂ. 3 വാർഡേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് വയനാട് ദുരന്തം ഒന്നും പറയാൻ പാടില്ല, 3 വാർഡ് ദുരന്തം എന്ന് പറയണം എന്നാണ് BJP നേതാവ് മുൻ മന്ത്രി മുരളി പറഞ്ഞത്. എന്ത് അസംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ല. ഒരു നയാ പൈസ ഈ കേരളത്തിന് വേണ്ടി നൽകാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചത്. 5-ാം തീയതി രാജ്ഭവന്റെ മുമ്പിലും എല്ലാ ജില്ലാ കേന്ദ്രത്തിലും സമരം നടത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നു, ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടു. ഉടനെ തന്നെ സഹായം നൽകുമെന്ന് പറഞ്ഞിട്ട് 3 മാസമായി ഒരു സഹായവും നൽകാൻ തയ്യാറില്ല. നമ്മുടെ സാമ്പത്തിക മേഖല മുഴുവൻ തകർക്കുകയാണ്. നമുക്ക് കടം വാങ്ങാനുള്ള അവകാശം പോലും തരുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ചേലക്കര നമ്മൾ ജയിച്ചു. വേണുഗോപാലൻ പറഞ്ഞത് ചേലക്കരയാണ് നമ്മുടെ മത്സരം, പാലക്കാട് മത്സരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ചേലക്കര ഭരണവിരുദ്ധ വികാരത്തിന്റെ കേന്ദ്രമായിട്ട് ഞങ്ങൾ കാണുന്നു. അവിടെ കോൺഗ്രസ് ജയിക്കും. 12,300 വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UR പ്രദീപ് ആ മണ്ഡലം നിലനിർത്തി എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരായിട്ട് നടത്തിയ എല്ലാ പ്രചാരവേലയെയും അഭിമുഖീകരിച്ചുകൊണ്ട് ഈ മാധ്യമ പട നടത്തിയ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെയും ശക്തമത്തായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് വൻ വിജയത്തിലേക്ക് പോകാൻ നമുക്കായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഭൂരിപക്ഷം 5000 ആയിരുന്നു. ആ 5000 ഇപ്പോൾ 12,300 ആയത്. അതവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് ജയിച്ചു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അംഗീകരിക്കാം, ഞങ്ങൾക്ക് തർക്കമില്ല, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെയാ ജയിച്ചത്? പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു എന്ന് വാർത്ത വരുന്നതിന് മുമ്പ്, വാർത്ത വന്നപ്പോഴാണ് ഞാൻ പത്രക്കാരെ കണ്ടത്. വാർത്ത വരുന്നതിന് മുമ്പ് അവിടെ നിരവധി മേഖലയിൽ പ്രകടനം നടത്തി. ആരാ? UDFകാരല്ല പ്രകടനം നടത്തിയത്,
SDPI. ആ SDPI പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 10,000 വോട്ട് UDF നൽകിയിട്ടുണ്ട്. 10,000 വോട്ട്.